നമസ്കാരം. നമ്മൾ ഈ പാലക്കാടിലെ പുനർജനി എന്ന ഗുഹയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുത്തെ എൻട്രൻസ് ആണ് ഇവിടെ കാണുന്നത്. യാതൊരു ഐഡിയ ഇല്ല എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് നമുക്കെന്തായാലും ഉള്ളിൽ പോയി നോക്കാം. നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു അറിവിൽ അങ്ങനെ വന്നതാണ് ഈ സ്ഥലത്തിന് തേടിയിട്ട്. ഒരു ഐഡിയ ഇല്ല എന്താവും അങ്ങനെയാവും ഒന്ന്. നമുക്കെന്തായാലും ഉള്ളിൽ പോയി നോക്കാം. നമ്മളങ്ങനെ പുനർജനി ഗുഹയിലേക്കുള്ള റൂട്ടിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കുന്ന് കാണാം. സമയം ഇപ്പോൾ 12 ഇവിടെ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മൾ മലയിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെ മാർക്ക് കാണാം, ശ്രദ്ധിച്ചോ? ഈ വഴി പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മാർക്ക് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്, വൈറ്റ് മാർക്ക് പോയിൻ്റ് ചെയ്തിട്ടുണ്ട് മലയിൽ. നമുക്ക് ഈ വഴി തന്നെ ഫോളോ ചെയ്ത് പോവാം. അപ്പോൾ പുനർജനി ഇതെന്താ സംഭവം നമുക്കൊരു പിടുത്തമില്ല. എന്തായാലും പോയി നോക്കാം. എന്തോ ചെറിയ സംഭവമാണെന്ന് തോന്നുന്നു. വൈറ്റ് മാർക്ക് അങ്ങനെ പോകുന്നുണ്ട്. നമുക്കതിനെ ഫോളോ ചെയ്തിട്ട് തന്നെ പോവാം. ഒരു പാറക്കുന്ന് കഴിഞ്ഞിട്ടുണ്ട്, വീണ്ടും റൂട്ട് കാണിക്കുന്നുണ്ട്, വൈറ്റ് റൂട്ട് മാർക്ക്. അങ്ങനെ കയറി വന്നിട്ടുണ്ട്. സ്പോട്ട് എത്തിയിട്ടില്ല, അഞ്ഞുകൊണ്ട് തോന്നുന്നു. ആ വൈറ്റ് മാർക്ക് ഫോളോ ചെയ്തിട്ട് നമ്മൾ പോകണം ഉദ്ദേശിക്കുന്നു. ആ മരത്തിലും ഒരു അരമാർക്ക് കാണാം. അവിടെ ഫോളോ ചെയ്ത് പോവാം. ഒറ്റയ്ക്കണം. രാവിലെ ആയതാണ് കുഴപ്പമില്ല, വൈകുന്നേരം നടക്കില്ല പരിപാടി. ഒറ്റയ്ക്കൊന്നും വരാൻ പറ്റില്ല തോന്നുന്നു. സെറ്റപ്പ് നമുക്ക്. ഫോറസ്റ്റ് ഏരിയ ആണ്, നല്ല രസമുണ്ട് കാണാൻ. എത്ര ദൂരം നടക്കുന്ന അറിയില്ല, നടന്നു മതി. നമുക്ക് പാമ്പും മുറ്റൊക്കെ കാണാം. അവിടെ സർപ്പത്തിൻ്റെ പൊറ്റൊക്കെ കാണാം നമുക്ക്. നല്ല സാധനം. ഇതുണ്ട്, നല്ല സാധനം ഉണ്ടോയെന്ന് അറിയില്ല. ചെറുതായിട്ട് പേടിയുണ്ട് കേട്ടോ, ഒറ്റയ്ക്കായതുകൊണ്ട്. നമുക്കിതിനെ കുറിച്ച് ഐഡിയ ഇല്ല. സംഭവം എന്താണ് ഏതാണ് കണ്ടിട്ട്. എത്തിയടാ, അതാ സംഭവം. പൂട്ടി വെച്ചിരിക്കണം. എത്തി അതാ ശ്രീരാമജയം. എന്തോ വലിയ ഐതിഹ്യമുള്ള ഇതൊക്കെയാണ്. ഗുഹൻ്റെ ഉള്ളിൽ കൂടി ചെന്ന് കിടന്നാൽ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയുന്നതാണ് ഐതിഹ്യം. എന്തൊക്കെ ചരിത്രമുണ്ട്. ഇതാണ് സംഭവം. നമ്മൾ തേടി വന്ന സംഭവം ഇത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റുമെന്നാണ് അറിയാതെ. നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് ഈ സംഭവത്ത്. നല്ല ചൂടുണ്ട്, വെയിലുണ്ട്, പക്ഷെ ആരുമില്ല. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും ഇതിൽ കുറച്ച് അന്വേഷിക്കാം നമുക്ക്. എന്തായാലും ഉള്ളിൽ നമുക്ക് പോകേണ്ടതാ. വൈറ്റ് മാർക്ക് ഇവിടെയുണ്ട്. ഒന്നാമത്തെ എൻട്രൻസ് അവിടെയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ് വന്നു. വൈറ്റ് മാർക്ക് ഇവിടെയും പോകുന്നുണ്ട്. നമുക്ക് വൈറ്റ് മാർക്കിനെ ഫോളോ ചെയ്ത് തന്നെ പോവാം. വൈറ്റ് മാർക്ക് ഇങ്ങനെയാണ് കാണിക്കുന്നത്. എത്തിയിട്ടുണ്ട്. മെയിൻ എൻട്രൻസിൻ്റെ മുകളിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മലയാണ്.
ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. നല്ല 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 വ്യൂ ഉണ്ട്. താഴെ ഭാഗമെല്ലാം നന്നായി കാണാം. അങ്ങോട്ട് തൃശ്ശൂരാണ് തോന്നുന്നു. നമ്മൾ നിൽക്കുന്നത് പെരുങ്ങാട്ടുകുരിശി ആ ഭാഗത്താണ്. തീർത്ഥം വന്നിട്ട് കല്ലിൽ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ പോണത് ഒരു ഗുഹൻ്റെ ഉള്ളിലേക്കാണ്. താഴെ വീണ് വെച്ചാൽ കഴിഞ്ഞ അഡ്രസ്സ് കിട്ടില്ല. നമുക്കെന്തായാലും നോക്കിയിട്ട് പോവാം. നല്ല വ്യൂ ഉണ്ട് ഇവിടെ, ചുറ്റും മലയാണ്. എന്തായാലും നമ്മൾ വന്ന സ്പോട്ട് ഒന്നൊന്നര സ്പോട്ട് തന്നെ. അങ്ങനെ മെല്ലെ പിടിച്ച് പോവാം. മെല്ലെ നമ്മളങ്ങനെ കമ്പയിൽ പിടിച്ച് പോകുന്നുണ്ട്. ഡേഞ്ചർ സ്പോട്ടാണത്. പാറക്കൂടെയൊക്കെ തന്നെ മാറിപ്പോവാം. തീർത്ഥമായിട്ട് പറയുന്നത് ഞങ്ങളെ നമ്മൾ മെയിൻ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു ട്വിസ്റ്റ് ഉണ്ട്. ധവനാണ് പറഞ്ഞ ആള്, ഈ സ്പോട്ട് പറഞ്ഞത് നമ്മുടെ കൂട്ടുകാരനാണ്. അങ്ങനെ അവനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇങ്ങോട്ട്. ചുറ്റും മലയാണ്, നല്ല രസമുണ്ട് കാണാൻ. അടുത്ത തൃശ്ശൂരാണോ തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്, സുബു ശിവൽസ് വ്ലോഗിലെ പുതിയൊരു അതിഥിയാണ് കേട്ടോ ഞാൻ. സെക്കൻഡ് ചരിത്രത്തിലെ ലിപികളിൽ എഴുതിപ്പെട്ട ഒരു സംഭവമാണ്. സംഭവം എന്താ വെച്ചാലേ പുനർജനി ഗുഹ. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ ഒരു സീസൺ അല്ല, ഗുരുവായൂർ ഏകാദശി നാളിലൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. സംഭവം യൂട്യൂബിലൊക്കെ കണ്ട് വീഡിയോ കണ്ടിട്ട് ശേഷം വന്നതാണ്. ഒന്ന് റെഫർ ചെയ്താണ് ഈ സ്ഥലം. നമ്മുടെ ചെക്കനൊന്ന് ഉച്ച സമയത്ത് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. സംഭവം എല്ലാവരും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഏരിയ തന്നെയാണ് എല്ലാവരും. പക്ഷെ ഞങ്ങളിപ്പോ നിൽക്കുന്ന നട്ടുച്ചയ്ക്കാണ് അല്ലേ മച്ചാ? ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. മെയിനായിട്ട് വരുമ്പോൾ നിങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടുത്ത് അനുവാദം ചോദിച്ചിട്ട് മാത്രം. ഞങ്ങൾ അതിന്റെ അനുവാദം ചോദിച്ചിട്ടൊന്നുമില്ല. ഐസിൽ കയറി തിരിച്ചിറങ്ങുമ്പോഴേ അറിയുള്ളൂ എന്താ അവസ്ഥ. 2 വണ്ടി അവിടെ ഉണ്ട്. അതെ, ഇനി പോകുമ്പോ കാണാൻ നിൽക്കുന്ന സമയത്ത് കണ്ട് സീതക്കുഴിന്ന് എഴുതിയിട്ട് ആരോ മാർക്ക് ഇട്ടിരിക്കുന്ന കുഴിയായിരിക്കും അവിടെ അല്ലേ. എന്തായാലും പോയി നോക്കാം സംഭവം. സീത കുളിച്ചതോ കുളിക്കാത്തതോ. ലെഫ്റ്റ് ആരമാർക്ക് ലെഫ്റ്റ് കണ്ട മാർക്ക് കണ്ട. നമ്മള് മറ്റേ ഇതുവരെ വന്നിട്ട് വന്യമൃഗങ്ങളെ ഒന്നും കണ്ടില്ല അല്ലേ. ഇതാ മൃഗം, ആഫ്രിക്കൻ ചിമ്പാൻസി. എന്താ നടക്കുന്നേ? ഇത് മറ്റേ സംഭവം പറയുന്നത് മുള്ളമ്പന്നിന്റെ മുള്ളാണ്. ഇവിടെ നല്ല എടുക്കാൻ ഒരുപാട് പ്രയാസം. അതെ. Oh yes, finally we reached. Yes, da. Guys, ഇതാണ് സീതക്കുഴി. എന്താ സംഭവം എന്നറിയില്ല. കുടിവെള്ളം. ഓ, കുടിവെള്ളം. ഇതാണ് സീതക്കുഴി എന്ന് പറയുന്നതേ, കുടിവെള്ളത്തിൻ്റെയാണ്. പക്ഷെ ഇപ്പൊ കുടിക്കാൻ പറ്റിയ സാഹചര്യമല്ല വെള്ളം അല്ലേ. ഓക്കെ, എന്തായാലും ഫൈനലി നല്ലൊരു അഡ്വഞ്ചർ സ്പോട്ട്. അപ്പോൾ ചെക്കൻ്റെ വീഡിയോസിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.